ലേണിംഗ് PSCയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതിയെ പറ്റിയുള്ള ശാസ്ത്രമാണ് ഭൗതികശാസ്ത്രം. പ്രകൃതിയിൽ കാണപ്പെടുന്നതെല്ലാം ഒന്നുകിൽ ദ്രവ്യരൂപത്തിലോ അല്ലെങ്കിൽ ഊർജ രൂപത്തിലോ ആണ്. അതിനാൽ ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതികം. പ്രകൃതിയിലുള്ളതെല്ലാം നിർമ്മിതമായിരിക്കുന്ന ദ്രവ്യം, ഊർജം എന്നിവയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും സ്ഥലകാലങ്ങളിൽ അവയുടെ പരസ്പര പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് ഭൗതികശാസ്ത്രം. ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ ദ്രവ്യം, ചലനം, പ്രകാശം, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി എന്നിവയാണ് ഭൗതികശാസ്ത്രം സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം എന്നീ ടോപ്പിക്കുകളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ. ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവായി ഗലീലിയോ ഗലീലി, സർ ഐസക് ന്യൂട്ടൻ, ഐൻസ്റ്റീൻ എന്നിവരെ വിളിക്കുന്നു. ഗലീലിയോ ഗലീലി, സർ ഐസക് ന്യൂട്ടൻ, ഐൻസ്റ്റീൻ. ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവായി ഗലീലിയോ ഗലീലി, സർ ഐസക് ന്യൂട്ടൻ, ഐൻസ്റ്റീൻ എന്നിവരെ വിളിക്കുന്നു. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കിയുള്ള പ്രവചനത്തെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോളജി. ആസ്ട്രോളജിയാണ് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കിയുള്ള പ്രവചനത്തെക്കുറിച്ചുള്ള പഠനശാഖ. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കിയുള്ള പ്രവചനത്തെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോളജി. വിമാനങ്ങളുടെയും റോക്കറ്റുകളുടെയും ചലനത്തെക്കുറിച്ചുള്ള പഠനം എയ്റോഡൈനാമിക്സ്. എയ്റോഡൈനാമിക്സ് ആണ് വിമാനങ്ങളുടെയും റോക്കറ്റുകളുടെയും ചലനത്തെക്കുറിച്ചുള്ള പഠനശാഖ. വിമാനങ്ങളുടെയും റോക്കറ്റുകളുടെയും ചലനത്തെക്കുറിച്ചുള്ള പഠനം എയ്റോഡൈനാമിക്സ്. ആകാശവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം വായനാശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി. വായനാശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി എന്നാണ് ആകാശവസ്തുക്കളെക്കുറിച്ചുള്ള പഠനശാഖയെ അറിയപ്പെടുന്നത്. ആകാശവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം വായനാശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി. വൈമാനിക കലയെക്കുറിച്ചുള്ള പഠനം എയറോനോട്ടിക്സ്. വൈമാനിക കലയെക്കുറിച്ചുള്ള പഠനം എയറോനോട്ടിക്സ്. വൈമാനിക കലയെക്കുറിച്ചുള്ള പഠനമാണ് എയറോനോട്ടിക്സ്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കിയുള്ള പ്രവചനത്തെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോളജി. വിമാനങ്ങളുടെയും റോക്കറ്റുകളുടെയും ചലനത്തെക്കുറിച്ചുള്ള പഠനം എയ്റോഡൈനാമിക്സ്. ആകാശവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം വായനാശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി. വൈമാനിക കലയെക്കുറിച്ചുള്ള പഠനം എയറോനോട്ടിക്സ്. ശൂന്യാകാശ യാത്രയെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോനോട്ടിക്സ് അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രം. ആസ്ട്രോനോട്ടിക്സ് അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രം എന്നാണ് ശൂന്യാകാശ യാത്രയെക്കുറിച്ചുള്ള പഠനത്തെ ശാഖയെ അറിയപ്പെടുന്നത്. ശൂന്യാകാശ യാത്രയെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോനോട്ടിക്സ് അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രം. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോളജി. ആസ്ട്രോളജിയാണ് ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന ശാഖ. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോളജി. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോളജി. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. അക്വസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. നിറങ്ങളെക്കുറിച്ചുള്ള പഠനം ക്രോമറ്റോളജി. ക്രോമറ്റോളജിയാണ് നിറങ്ങളെക്കുറിച്ചുള്ള പഠന ശാഖ അറിയപ്പെടുന്നത്. നിറങ്ങളെക്കുറിച്ചുള്ള പഠനം ക്രോമറ്റോളജി. ശൂന്യാകാശ യാത്രയെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോനോട്ടിക്സ് അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രം. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോളജി. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. നിറങ്ങളെക്കുറിച്ചുള്ള പഠനം ക്രോമറ്റോളജി. ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും കുറിച്ചുള്ള പഠനശാഖ കോസ്മോഗനി. കോസ്മോഗനിയാണ് ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും കുറിച്ചുള്ള പഠനശാഖ. ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും കുറിച്ചുള്ള പഠനശാഖ കോസ്മോഗനി. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്.
ക്രയോജനിക്സ് ആണ് ഏറ്റവും താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. ചലനങ്ങളെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ഡൈനാമിക്സ് ആണ് ചലനങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്. ചലനങ്ങളെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. താപത്തെക്കുറിച്ചുള്ള പഠനശാഖ തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ആണ് താപത്തെക്കുറിച്ചുള്ള പഠനശാഖ. താപത്തെക്കുറിച്ചുള്ള പഠനശാഖ തെർമോഡൈനാമിക്സ്. ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും കുറിച്ചുള്ള പഠനശാഖ കോസ്മോഗനി. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. ചലനങ്ങളെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. താപത്തെക്കുറിച്ചുള്ള പഠനശാഖ തെർമോഡൈനാമിക്സ്. ഭൂമിയിലുള്ള ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ജിയോഫിസിക്സ്. ജിയോഫിസിക്സ് ആണ് ഭൂമിയിലുള്ള ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള പഠനശാഖ. ഭൂമിയിലുള്ള ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള പഠനശാഖ ജിയോഫിസിക്സ്. ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ പ്രയോജനപ്പെടുത്തുന്ന രീതികളെക്കുറിച്ച് പഠിക്കുന്ന ഊർജ്ജതന്ത്ര ശാഖ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് ആണ് ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ പ്രയോജനപ്പെടുത്തുന്ന രീതികളെക്കുറിച്ച് പഠിക്കുന്ന ഊർജ്ജതന്ത്ര ശാഖ. ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ പ്രയോജനപ്പെടുത്തുന്ന രീതികളെക്കുറിച്ച് പഠിക്കുന്ന ഊർജ്ജതന്ത്ര ശാഖ ഇലക്ട്രോണിക്സ്. കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനം ലിത്തോളജി. ലിത്തോളജിയാണ് കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന ശാഖ. കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനം ലിത്തോളജി. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനശാസ്ത്ര ശാഖ മെറ്റീരിയോളജി. മെറ്റീരിയോളജിയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനശാസ്ത്ര ശാഖ. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനശാസ്ത്ര ശാഖ മെറ്റീരിയോളജി. ഭൂമിയിലുള്ള ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ജിയോഫിസിക്സ്. ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ പ്രയോജനപ്പെടുത്തുന്ന രീതികളെക്കുറിച്ച് പഠിക്കുന്ന ഊർജ്ജതന്ത്ര ശാഖ ഇലക്ട്രോണിക്സ്. കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനം ലിത്തോളജി. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനശാസ്ത്ര ശാഖ മെറ്റീരിയോളജി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം ന്യൂക്ലിയർ ഫിസിക്സ്. ന്യൂക്ലിയർ ഫിസിക്സ് ആണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം ന്യൂക്ലിയർ ഫിസിക്സ്. നിശ്ചല വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് ആണ് നിശ്ചല വസ്തുക്കളെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്. നിശ്ചല വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് ആണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന ശാഖ. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഇലക്ട്രോഡൈനാമിക്സ്. ഇലക്ട്രോഡൈനാമിക്സ് ആണ് വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെ അറിയപ്പെടുന്നത്. വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഇലക്ട്രോഡൈനാമിക്സ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം ന്യൂക്ലിയർ ഫിസിക്സ്. നിശ്ചല വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. വൈദ്യുത പ്രവാഹങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഇലക്ട്രോഡൈനാമിക്സ്. ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ എന്ന ഭാഗത്തിലെ പ്രധാന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി അതിലെ ക്വസ്റ്റ്യൻസ് അതിനുള്ള ഉത്തരം ഒരു 5 സെക്കൻഡിൽ നിങ്ങൾ പറയാൻ ട്രൈ ചെയ്യുക. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കിയുള്ള പ്രവചനത്തെക്കുറിച്ചുള്ള പഠനം. ആസ്ട്രോളജി. വിമാനങ്ങളുടെയും റോക്കറ്റുകളുടെയും ചലനത്തെക്കുറിച്ചുള്ള പഠനം. എയ്റോഡൈനാമിക്സ്. ആകാശ വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം. വായനാശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി. വൈമാനിക കലകളെക്കുറിച്ചുള്ള പഠനം.
എയറോനോട്ടിക്സ്. ശൂന്യാകാശ യാത്രയെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോനോട്ടിക്സ് അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രം. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം ആസ്ട്രോളജി. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. നിറങ്ങളെക്കുറിച്ചുള്ള പഠനം ക്രോമറ്റോളജി. ആകാശഗോളങ്ങളെയും പ്രകൃതിയെയും കുറിച്ചുള്ള പഠനശാഖ കോസ്മോഗനി. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. ചലനങ്ങളെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. താപത്തെക്കുറിച്ചുള്ള പഠനശാഖ തെർമോഡൈനാമിക്സ്. ഭൂമിയിലുള്ള ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ജിയോഫിസിക്സ്. ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ പ്രയോജനപ്പെടുത്തുന്ന രീതികളെക്കുറിച്ച് പഠിക്കുന്ന ഊർജതന്ത്രശാഖ ഇലക്ട്രോണിക്സ്. കല്ലുകളെയും പാറകളെയും കുറിച്ചുള്ള പഠനം ലിത്തോളജി. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനശാസ്ത്രശാഖ മെറ്റീരിയോളജി. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചുള്ള പഠനം ന്യൂക്ലിയർ ഫിസിക്സ്. നിശ്ചല വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. വൈദ്യുത പ്രവാഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഇലക്ട്രോ ഡൈനാമിക്സ്. അടുത്തതായി ദ്രവ്യം എന്ന ഭാഗത്തിലേക്ക് കടക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യം. ദ്രവ്യം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഒരു വസ്തുവിനെ പറയുന്ന പേരാണ് ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യം. ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എത്ര? 7. ദ്രവ്യത്തിന് 7 അവസ്ഥകളാണുള്ളത്. ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എത്ര? 7.
എന്നാൽ എട്ടാമത് ഒരു അവസ്ഥ കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ അത് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാൽ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എത്ര എന്ന ചോദ്യത്തിന് 7 എന്നുള്ള ഉത്തരം നൽകുക. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. പ്ലാസ്മ അവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ്. നമ്മുടെ പ്രപഞ്ചത്തിലെ 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. പ്ലാസ്മ വളരെ ഉയർന്ന ഊഷ്മാവിൽ ഉള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ ഏത്? പ്ലാസ്മ. പ്ലാസ്മയാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ. ഇതെന്തുകൊണ്ട് ക്രമരഹിതമായി എന്നുള്ള ഒരു ചോദ്യം ഇത് പ്രത്യേകിച്ച് ഇതിൽ വരുന്നതെന്ന് നോക്കിയാൽ, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ നമ്മളൊരു ചിത്രം വരച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഖരാവസ്ഥയിൽ തന്മാത്രകൾ തിങ്ങി നിറഞ്ഞ് ഒരു ലൈനായിരിക്കും. ദ്രാവകം വരുമ്പോഴേക്കോ തന്മാത്രകൾ തമ്മിലൊരു നിശ്ചിത ഒരു അകലം നമുക്ക് കാണാൻ സാധിക്കും. വാതക അവസ്ഥ എടുക്കുമ്പോഴേക്കും തന്മാത്രകൾ കുറച്ച് ദൂരെയായി കാണുന്നതായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ പ്ലാസ്മ എടുക്കുമ്പോഴേക്കും തന്മാത്രകൾ ക്രമരഹിതമായിരിക്കും. ഒരു നിശ്ചിത അകലം പാലിക്കണം എന്നില്ല. അതിൻ്റെ ഒരു ലൈനായി നമുക്ക് ചിത്രീകരിക്കാനോ അങ്ങനെയൊന്നും സാധിക്കത്തില്ല. ഒരു ക്രമരഹിതമായ അവസ്ഥയിലാണ് തന്മാത്രകളുടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ക്വസ്റ്റ്യന് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ. പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ ഏത്? പ്ലാസ്മ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് ഡാഷ് എന്ന് വിളിക്കുന്നു. ദ്രവങ്ങൾ. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് ദ്രവങ്ങൾ എന്ന് വിളിക്കുന്നു. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് എന്തെന്ന് വിളിക്കുന്നു? ദ്രവങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ഏത്? ക്വാർക്ക്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ഏത്? ക്വാർക്ക്. ക്വാർക്കാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അറിയപ്പെടുന്നത് പിണ്ഡം അല്ലെങ്കിൽ മാസ്. പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്നാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന
ദ്രവ്യത്തിൻ്റെ അളവിനെ അറിയപ്പെടുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്നറിയപ്പെടുന്നത് പിണ്ഡം അല്ലെങ്കിൽ മാസ് ആണ്. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് ദ്രവങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ അറിയപ്പെടുന്നത് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്നാണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ എന്ന കണമാണ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്നത്. ദ്രവ്യത്തിന് പിണ്ഡം അല്ലെങ്കിൽ ഒരു വെയിറ്റ് എന്ന് പറയാം നമുക്ക് എന്ന ഗുണം നൽകുന്നതിന് കാരണമായ കണമാണ് ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോണിന് ആ പേര് വരാൻ കാരണം എന്താണ്? സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണ്. സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് വരാൻ കാരണമായത്. ഹിഗ്സ് ബോസോൺ എന്ന പേര് വരാൻ കാരണമായത് സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണ്. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാഡ്രോൺ. ഹാഡ്രോൺ എന്നാണ് ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണം അറിയപ്പെടുന്നത്. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാഡ്രോൺ. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാഡ്രോൺ. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാൻ. ലിയോൺ ലിഡർമാൻ എന്ന ശാസ്ത്രജ്ഞനാണ് ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാൻ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോണിന് ആ പേര് വരാൻ കാരണം സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥം. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാഡ്രോൺ. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാൻ. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ? സത്യേന്ദ്രനാഥ് ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. സത്യേന്ദ്രനാഥ് ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നിവരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞന്മാർ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ? സത്യേന്ദ്രനാഥ് ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞന്മാരാണ് സത്യേന്ദ്രനാഥ് ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നിവർ. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? മുറേ ജെൽമാൻ, ജോർജ് സ്വിഗ്. മുറേ ജെൽമാൻ, ജോർജ് സ്വിഗ് എന്നിവരാണ് ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാണ് മുറേ ജെൽമാൻ ആൻഡ് ജോർജ് സ്വിഗ്.
ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആര്? പോൾ ഡിറാക്. പോൾ ഡിറാക് ആണ് ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്. ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചതാര്? പോൾ ഡിറാക്. പോൾ ഡിറാക് എന്ന സയൻറ്റിസ്റ്റാണ് ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്. ദൈവകണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോൺ ആണ് ദൈവകണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മുറേ ജെൽമാൻ ആൻഡ് ജോർജ് സ്വിക്. ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചതാര്? പോൾ ഡിറാക്. ദൈവകണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ദ്രവ്യം എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര്? ദ്രവ്യം. ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എത്ര? ഏഴ്. ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ? പ്ലാസ്മ. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ ഏത്? പ്ലാസ്മ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിൽ. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് ഡാഷ് എന്ന് വിളിക്കുന്നു. ദ്രവങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ഏത്? ക്വാർക്ക്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അറിയപ്പെടുന്നത്? പിണ്ഡം അല്ലെങ്കിൽ മാസ്. ദ്രവ്യത്തിന്റെ പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം? ഹിഗ്സ് ബോസോൺ. ഹിഗ്സ് ബോസോണിന് ആ പേര് വരാൻ കാരണം? സത്യേന്ദ്രനാഥ് ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണ്. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാഡ്രോൺ. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ?
ലിയോൺ ലിഡർമാൻ. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ? സത്യേന്ദ്രനാഥ് ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഡാഷ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? മുറേ ജെൽമാൻ, ജോർജ് സ്വിഗ്. ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആര്? പോൾ ഡിറാക്. ദൈവകണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നു. ഹിഗ്സ് ബോസോൺ. ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. PSCയുടെ ഫിസിക്സ് പോർഷനിൽ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് ലേൺ ഇറ്റ് PSC.